മോർണിംഗ് സ്റ്റുഡൻസ്, ഫൈബർ ഒപ്റ്റിക്സിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിഗ്നൽ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട ഒപ്റ്റിക്കൽ ഫൈബർ സിഗ്നൽ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് ടേംസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അക്സെപ്റ്റൻസ് ആംഗിളും ന്യൂമറിക്കൽ അപ്പേർച്ചറും അതോടൊപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സിനെ കുറിച്ചും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമുക്കാദ്യം എന്താണ് അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് നോക്കാം. ഓക്കെ, നമുക്കറിയാം ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് നമ്മൾ സിഗ്നൽസ് കടത്തി വിടുമ്പോഴത്തേന് എല്ലാ ലൈറ്റ് സിഗ്നൽസും അതിൽ കൂടെ കടന്നു പോകണമെന്നില്ല. ഓക്കെ, എല്ലാ ലൈറ്റ് സിഗ്നൽസും എന്ത് ചെയ്യത്തില്ല, ഒപ്റ്റിക്കൽ ഫൈബറിൽ കൂടെ കടന്നു പോകണമെന്നില്ല. അപ്പം ഏതോ ഒരു ആംഗിളിൽ നമ്മൾ ലൈറ്റ് സിഗ്നൽസ് കടത്തി വിട്ടാൽ മാത്രമേ ആ ലൈറ്റ് സിഗ്നൽസ് ഒപ്റ്റിക്കൽ ഫൈബറിനകത്തേക്ക് കടന്ന് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷന് വിധേയമായി മറ്റേ എൻഡിൽ എത്തിച്ചേരത്തുള്ളൂ. ആ ആംഗിളിനെ, ഏത് ആംഗിളിനാണോ ലൈറ്റ് സിഗ്നൽസ് എന്ത് ചെയ്യുന്നത്, കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷന് വിധേയമാകുന്നത്, ആ ഇൻസിഡൻറ്റ് ആംഗിളിനെ വിളിക്കുന്ന പേരാണ് അക്സെപ്റ്റൻസ് ആംഗിളിന്. അത് വിശദമായിട്ട് നമുക്ക് നോക്കാം. അതായത് നമ്മൾ ലൈറ്റ് സിഗ്നൽസ് കടത്തിവിടുന്നത് ഏതെങ്കിലും ഒരു ഒരു മീഡിയത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് ലൈറ്റ് സിഗ്നൽസ് കടത്തിവിടുന്നത്. നമുക്കറിയാം ഒപ്റ്റിക്കൽ ഫൈബറിന് രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണുള്ളത്, ഒരു കോറും ഒരു ക്ലാഡിങ്ങും. ഈ കോറെന്ന് പറയുന്നതിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലും ക്ലാഡിങ്ങിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവുമാണ്, അല്ലേ? ഇനി ഈ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ നടുക്കൂടെ കടന്നു പോകുന്ന ഈ ലൈനിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കൽ ആക്സസ് എന്ന്. എന്തെന്ന് വിളിക്കും? ഒപ്റ്റിക്കൽ ആക്സസ് എന്ന് വിളിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത്, സപ്പോസ് ഞാൻ എയർ മീഡിയത്തിൽ നിന്നാണ് ലൈറ്റ് സിഗ്നൽസിനെ ഒപ്റ്റിക്കൽ ഫൈബറിനകത്തേക്ക് കടത്തിവിടുന്നത്. ഓക്കെ, അപ്പം ഈ ലൈറ്റ് സിഗ്നൽസിനെ കടത്തിവിടുന്നു. എയറിൽ നിന്നും കോറിലേക്കാണ് ലൈറ്റ് സിഗ്നൽസിനെ കടത്തിവിടുന്നത്. അപ്പോൾ ലൈറ്റ് എന്ത് ചെയ്യും, ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ അവിടെ റിഫ്രാക്ഷൻ നടക്കും. ഈ റിഫ്രാക്റ്റഡ് റേ എന്ത് ചെയ്യുന്നു, ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും കൂടിയ ആംഗിളിൽ വന്ന് കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസ്, ഇത് ക്ലാഡിംഗ് ആണ്, ഇത് കോറാണ്, അപ്പോൾ അവരുടെ തമ്മിലുള്ള ആ ഒരു ഇൻ്റർഫേസ് റീജിയനിൽ വന്ന് തട്ടിക്കഴിഞ്ഞാൽ വന്ന് വീഴുന്ന ലൈറ്റ് റേസിൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ ഇറ്റ് വിൽ കംപ്ലീറ്റ്ലി ഗെറ്റ് റിഫ്ലക്റ്റഡ് ഇൻ ടു ദി കോർ, ഇൻ ടു ദി സെയിം മീഡിയം, കോറിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പം ഏത് ആംഗിളിലാണോ ദ മാക്സിമം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് ദ കോറിൽ ഏത് ആംഗിളിലാണോ ലൈറ്റ് സിഗ്നൽസ് വന്ന് വീഴുന്നത്, ആ ആംഗിളിൽ നമുക്ക് എന്ത് സംഭവിക്കണം, കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ ലൈറ്റ് സിഗ്നൽസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷന് വിധേയമാകണം. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ, അതായത് ലൈറ്റ് സിഗ്നൽസ് എയറിൽ ഇരുന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈറ്റ് സിഗ്നൽസ് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കോറിൽ ഏത് ആംഗിളിൽ വന്ന് വീഴുമ്പോഴാണോ കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ വന്ന് വീഴുന്ന റിഫ്രാക്റ്റഡ് റേ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷന് വിധേയമാകുന്നത്, ആ ആംഗിളിനെ, വന്ന് വീഴുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന്. ഓക്കെ, അക്സെപ്റ്റൻസ് ആംഗിൾ, അതായത് ലൈറ്റ് സിഗ്നൽസ് എയറിൽ നിന്നും കോറിൽ വന്ന് വീഴുന്നത് ഒരു പർട്ടിക്കുലർ ആംഗിളിലായിരിക്കണം. ആ വന്ന് വീഴുന്ന ആംഗിള് എന്തായിരിക്കണം, വന്ന് വീഴുന്ന ആംഗിള് എന്ത് ചെയ്യുന്ന, അതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ട് ലൈറ്റ് എന്ത് ചെയ്യും, റിഫ്രാക്റ്റ് ചെയ്ത് കോറിൻ്റെ ഉള്ളിലേക്ക് കടക്കും. എന്നിട്ട് അത് എവിടെ ചെന്ന് തട്ടും, കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ തട്ടിയിട്ടാണ് അത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷന് വിധേയമാകുന്നത്. അപ്പം കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും കൂടുതൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മേക്ക് ചെയ്യാൻ തക്ക വിധം നമ്മൾ പുറത്ത് ലൈറ്റ് സിഗ്നൽസിനെ വീഴ്ത്തണം. അപ്പോൾ പുറത്ത് ലൈറ്റ് സിഗ്നൽസ് വന്ന് വീഴുന്നത് ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണ്. ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ വിളിക്കുന്ന പേരാണ് അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന്. മനസ്സിലായോ? അപ്പം അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫോർ വിച്ച് ദ റേ ഇൻസിഡൻറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഫൈബർ core, the entire light pass through the core, or for which the total internal reflection takes place inside the core is called acceptance angle. The maximum angle of incidence on the core for which the total internal reflection takes place inside the core is called acceptance angle. ഓക്കെ, ഇനി നമുക്കറിയാം ലൈറ്റ് സിഗ്നൽസ് വന്ന് വീഴുന്നത് ഒപ്റ്റിക്കൽ ആക്സസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. നമ്മൾ അവിടെ വെച്ചിട്ടാണ് എന്ത് മെഷർ ചെയ്യുന്നത്, അക്സെപ്റ്റൻസ് ആംഗിൾ മെഷർ ചെയ്യുന്നത്. ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന്
ഓക്കെ, അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ അക്സെപ്റ്റൻസ് ആംഗിൾ തീറ്റ എ കറസ്പോണ്ട് ചെയ്തുകൊണ്ട് ഞാനൊരു കോൺ വരയ്ക്കുകയാണ് എങ്കിൽ ഈ കോണിൽ വന്ന് വീഴുന്ന എല്ലാ ലൈറ്റ് സിഗ്നൽസും ഏതിൽ കൂടെ കടന്നു പോകും? ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കോറിൽ കൂടി കടന്നു പോകും. അക്സെപ്റ്റൻസ് ആംഗിൾ തീറ്റ എയെ ആസ്പദമാക്കി ഞാൻ വന്നു വീഴുന്ന ലൈറ്റ് സിഗ്നൽസിനെ ഒരു കോണായിട്ട് കൺസിഡർ ചെയ്യുകയാണ് എങ്കിൽ, ഒരു കോൺ വരയ്ക്കുകയാണ് എങ്കിൽ ആ കോണിൽ വന്ന് വീഴുന്ന എല്ലാ ലൈറ്റ് സിഗ്നൽസും എന്തിന് വിധേയമാകും? ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കോറിൽ കൂടി കടന്നു പോകും. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് അക്സെപ്റ്റൻസ് കോണെന്ന്. എന്തെന്ന് വിളിക്കും? അക്സെപ്റ്റൻസ് കോണെന്ന് വിളിക്കും. മനസ്സിലായോ? അപ്പം അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ദ മാക്സിമം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓൺ ദ കോർ ഓഫ് ദി ഒപ്റ്റിക്കൽ ഫൈബർ ഫോർ വിച്ച് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് ദ കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസ് is called acceptance angle. And next acceptance cone ആണ് the light entering the core in a cone of semi vertical angle theta a. theta a ആംഗിളിൽ ലൈറ്റ് സിഗ്നൽസ് ഒരു കോണിലാണ് ലൈറ്റ് എൻ്റർ ചെയ്യുന്നത് എങ്കിൽ through the in the core through total internal reflection, that cone is called acceptance cone. ആ കോണിനെ വിളിക്കുന്ന പേരാണ് acceptance cone എന്ന്. ഇനി ഞാനിപ്പോൾ പറഞ്ഞു ഇവിടെ ലൈറ്റ് റേസ് ഇതെന്ന് പറയുന്നത് ഒരു മീഡിയമാണ്. ഈ N0 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയത്തിൽ നിന്നും ഇത് കോറാണ്, കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ആണ്. N1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയത്തിലേക്ക് ലൈറ്റ് സിഗ്നൽസ് കടക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് ഇൻസിഡൻറ്റ് റേ ആണ്, ഇതെന്ന് പറയുന്നത് എന്താണ്? റിഫ്രാക്റ്റഡ് റേ ആണ്. ലൈറ്റ് വിൽ ഗെറ്റ് റിഫ്രാക്റ്റഡ്, ലൈറ്റ് റിഫ്രാക്റ്റ് ചെയ്യപ്പെടും. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുകയാണ് എങ്കിൽ സൈൻ ഐ എന്ന് പറയുന്ന തീറ്റ സി ആണ്. സൈൻ തീറ്റ സി ഡിവൈഡഡ് ബൈ സൈൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഞാനിവിടെ ആറാണെന്ന് എടുത്തു കഴിഞ്ഞാൽ സൈൻ ആർ ഇസ് ഈക്വൽ ടു N1 ഡിവൈഡഡ് ബൈ N0 ആയിരിക്കും അല്ലേ? N1 ഡിവൈഡഡ് ബൈ N0 ആയിരിക്കും. ദിസ് ഇസ് according to Snell's law, sin theta c by sin r is equal to N1 divided by N0 ആയിരിക്കും. ഓക്കെ, അപ്പം അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? the maximum angle of incidence on the core for which the total internal reflection takes place in the core cladding interface. core cladding interfaceൽ total internal reflection വിധേയമാകത്തക്ക വിധത്തിൽ ലൈറ്റ് സിഗ്നൽസിനെ കോറിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ആ ഇൻസിഡൻറ്റ് ചെയ്യുന്നതിന് ഒരു പെർട്ടിക്കുലർ ആംഗിളുണ്ട്, മാക്സിമം ആംഗിളുണ്ട്. ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് അക്സെപ്റ്റൻസ് ആംഗിൾ. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ടേമാണ് നമ്മൾ പഠിക്കുന്നത്, ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്ന് പറയും. അപ്പോൾ ഈ അക്സെപ്റ്റൻസ് ആംഗിളിൽ ഉള്ളിൽ വീണാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ലൈറ്റ് സിഗ്നൽസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷന് വിധേയമായിട്ട് അടുത്ത എൻഡിലേക്ക് പോകത്തുള്ളൂ. ഓക്കെ, അടുത്ത എൻഡിലേക്ക് പോകത്തുള്ളൂ. അപ്പം ലൈറ്റ് നമ്മൾ ഈ വന്നു വീഴുന്ന ലൈറ്റ് എന്ത് ചെയ്യുക? കടത്തിവിടാനുള്ള ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കേപ്പബിലിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റിയെ വിളിക്കുന്ന പേരാണ് ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്ന് പറയുന്നത്. ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലൈറ്റ് ഗ്യാതറിംഗ് കപ്പാസിറ്റി ഓഫ് എ ഫൈബർ in terms of acceptance angle is called numerical aperture. numerical aperture എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒപ്റ്റിക്കൽ ഫൈബറിന് അതിൽ വന്ന് വീഴുന്ന ലൈറ്റിനെ ഗ്യാദർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയെ വിളിക്കുന്ന പേരാണ് എന്ത്? ന്യൂമറിക്കൽ അപ്പേർച്ചർ. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അക്സെപ്റ്റൻസ് ആംഗിൾ. അക്സെപ്റ്റൻസ് ആംഗിളിൻ്റെ ടേംസിലാണ് നമ്മളതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താണ് ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ന്യൂമറിക്കൽ അപ്പേർച്ചറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒപ്റ്റിക്കൽ ഫൈബർ കൺസിഡർ ചെയ്യുന്നു. ഇതിനൊരു കോറുണ്ട് വിത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1, ക്ലാഡിംഗ് ഉണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2. ഓക്കെ, നമ്മൾ ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കൺസിഡർ ചെയ്യുകയാണ് വിത്ത് കോർ N1, കോർ വിത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ആൻഡ് ക്ലാഡിംഗ് N2. ഓക്കെ, ഇനി ഞാൻ ലൈറ്റ് സിഗ്നൽസിനെ ഒരു മീഡിയം N റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയത്തിൽ നിന്ന് ലൈറ്റ് സിഗ്നൽസിനെ കടത്തിവിടുകയാണ്. ലൈറ്റ് സിഗ്നൽസ് AO എന്ന് പറയുന്ന ഒരു ലൈറ്റ് സിഗ്നൽസ് ആൽഫ ആംഗിളിൽ വന്ന്
കോറിൽ വന്ന് തട്ടുന്നു. സോ ഇറ്റ് ഗെറ്റ് റിഫ്രാക്റ്റഡ് ത്രൂ ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഒപ്റ്റിക്കൽ ആക്സസ്. ഒപ്റ്റിക്കൽ ആക്സസുമായിട്ട് ഇത് തീറ്റ ആംഗിൾ മേക്ക് ചെയ്തുകൊണ്ട് എവിടെ ചെന്ന് തട്ടുന്നു? കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ ചെന്ന് തട്ടുന്നു. ഈ കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ ഇറ്റ് ഫോൾസ് അറ്റ് ക്രിട്ടിക്കൽ ആംഗിൾ. ഞാൻ പറയുകയാണ്, ഈ OB എന്ന് പറയുന്ന ലൈറ്റ് റേ കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ ക്രിട്ടിക്കൽ ആംഗിളിലാണ് ചെന്ന് തട്ടിയത്. സോ ക്രിട്ടിക്കൽ ആംഗിളിൽ ചെന്ന് വീണ് കഴിഞ്ഞാൽ ലൈറ്റ് സിഗ്നൽസ് എന്ത് ചെയ്യും? ഇറ്റ് പാസസ് പെർപെൻഡിക്കുലർ, അല്ലേ? പെർപെൻഡിക്കുലർ ടു ദി നോർമലിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ലൈറ്റ് സിഗ്നൽസ് റിഫ്രാക്റ്റ് ചെയ്ത് പോകുന്നത്. ആഫ്റ്റർ റിഫ്രാക്ഷൻ ദ ലൈറ്റ് സിഗ്നൽസ് ഗ്രേസസ് ദ കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ കൂടെ ഗ്രേസ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലോ? നമ്മൾ ന്യൂമറിക്കൽ അപ്പേർച്ചറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കൺസിഡർ ചെയ്യുന്നു. ഒപ്റ്റിക്കൽ ഫൈബർ വിത്ത് കോറ് വിത്ത് എ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1, ക്ലാഡിംഗ് വിത്ത് എ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2. ഇവിടെ N1 ഈസ് ഗ്രേറ്റർ ദാൻ N2. ഇനി നമ്മൾ ഒരു മീഡിയം കൺസിഡർ ചെയ്യുന്നു, ഒരു മീഡിയം കൺസിഡർ ചെയ്യണം. ആ മീഡിയത്തിൽ നിന്നും ലൈറ്റ് സിഗ്നൽസിനെ കടത്തിവിടുന്നു. AO എന്ന് പറയുന്ന ഒരു ലൈറ്റ് സിഗ്നൽ ആൽഫ ആംഗിളിൽ കോറിൽ വന്ന് വീഴുന്നു. ഈ കോർ ഇൻ്റർഫേസിൽ വെച്ചിട്ട് മീഡിയം കോർ ഇൻ്റർഫേസിൽ വെച്ചിട്ട് ലൈറ്റ് സിഗ്നൽ എന്ത് ചെയ്യുന്നു? റിഫ്രാക്ഷന് വിധേയമാകുന്നു. തീറ്റ ആംഗിളിൽ റിഫ്രാക്റ്റ് ചെയ്ത് കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ B എന്ന് പറയുന്ന പോയിന്റിൽ വന്ന് വീഴുന്നു. ഇത് വീഴുന്നത് ക്രിട്ടിക്കൽ ആംഗിളിലാണ്. സോ ലൈറ്റ് റേസ് ക്രിട്ടിക്കൽ ആംഗിളിൽ വീണാൽ എന്ത് സംഭവിക്കും? ലൈറ്റ് സിഗ്നൽസ് വിൽ റിഫ്രാക്റ്റഡ് ആയിട്ട് 90 ഡിഗ്രി, അല്ലേ? 90 ഡിഗ്രിയിൽ റിഫ്രാക്റ്റ് ചെയ്ത് പോകും. സോ ഇറ്റ് ഗ്രേസസ് ദ കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ കൂടെ കടന്നു പോകും. ഇനി നമുക്ക് ഈ മീഡിയം 1നും കോറിനും ഇടയിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? സ്നെൽസ് ലാ അപ്ലൈ ചെയ്യാം. അപ്ലൈയിങ് ദ സ്നെൽസ് ലാ അറ്റ് ദ മീഡിയം 1 ആൻഡ് കോറിൽ സ്നെൽസ് ലാ അപ്ലൈ ചെയ്യുമ്പോഴത്തേന് ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ആൽഫയാണ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ തീറ്റയാണ്. ദാറ്റ് ഈസ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു N1/N2. N1/N, അല്ലേ? സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ഈക്വൽ ടു N1/N ആണ്. അതിനകത്തുനിന്ന് നമുക്ക് സൈൻ ആൽഫയാണ്, അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് N സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു N1 സൈൻ തീറ്റ എന്ന് എഴുതാം. N സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? N1 സൈൻ തീറ്റ എന്ന് എഴുതാം. ഓക്കെ, അതാണ് ഇക്വേഷൻ 1 എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ താഴേക്ക് വരയ്ക്കുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും, അല്ലേ? ഇതെന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഇറ്റ് വിൽ ബി 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് തീറ്റയുടെ വാല്യൂ അറിഞ്ഞൂടാ. തീറ്റ ഈസ് ഈക്വൽ ടു 90 മൈനസ് തീറ്റ എന്ന് എഴുതി, തീറ്റ സി എന്ന് എഴുതിക്കൂടി. ഇത് ക്രിട്ടിക്കൽ ആംഗിളാണ്. സോ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? 90 മൈനസ് തീറ്റ എന്ന് എഴുതാം. ഇതിനെ നമുക്കൊരു പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. സോ ഈ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് തീറ്റ ഈസ് ഈക്വൽ ടു 90 മൈനസ് തീറ്റ സി എന്ന് എഴുതാം. ഓക്കെ, സോ തീറ്റ ഈസ് ഈക്വൽ ടു 90 മൈനസ് തീറ്റ സി. അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റയ്ക്ക് വരെ എന്തെന്ന് കൊടുക്കാം? 90 മൈനസ് തീറ്റ സി എന്ന് കൊടുക്കാം. സൈൻ 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയാണ്. സോ ഇക്വേഷൻ 1 ബിക്കംസ് N സൈൻ ആൽഫ ഈക്വൽ ടു N1 കോസ് തീറ്റ സി എന്ന് എഴുതാം. കോസ് തീറ്റ സി എങ്ങനെ വന്നു? സൈൻ 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് തീറ്റ ആണ്. അപ്പോൾ കോസ് തീറ്റ സി. ഇനി നമ്മൾ ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ടുണ്ട് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 ആണെന്ന്, ഇല്ലേ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ അതിനകത്തുനിന്ന് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ സി എന്ന് എഴുതാം. എഴുതിക്കൂടെ? കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനകത്തുനിന്ന് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതി കൂടെ എഴുതാം, അല്ലേ? അങ്ങനെ അപ്പോൾ ഇതാ ഈ ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇനി നമുക്ക്
ഈ കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ നമുക്കിവിടെ ലൈറ്റ് റേ ഇവിടം വരെ എത്തി, അവിടം വരെയാണ് നമ്മളിപ്പം പഠിച്ചത്. ഇനി ഈ ഓയിൽ നിന്നും ലൈറ്റ് റേ ബി എന്ന് പറയുന്ന പോയിന്റിൽ വന്ന് തട്ടും. അതായത് ഇതൊരു കോറാണ്, ഇവിടെ ക്ലാഡിംഗ് ആണ്. അപ്പം കോറിൽ നിന്നും, കോർ എന്ന് പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയമാണ്, അവിടെ നിന്നും ലൈറ്റ് സിഗ്നൽസ് എങ്ങോട്ടാണ് പോകുന്നത്? ക്ലാഡിങ്ങിലോട്ട്. പക്ഷേ ക്ലാഡിങ്ങിൽ പോയില്ല. കാരണം എന്താണ്? ഇവിടെ ക്രിട്ടിക്കൽ ആംഗിളിലാണ് ലൈറ്റ് സിഗ്നൽസ് വീണത്. സോ ഇറ്റ് വിൽ ഗ്രേസസ് ത്രൂ ദി കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസ്. അപ്പോൾ ഇവിടെയും റിഫ്രാക്ഷനാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. അപ്പം ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ സി, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ സൈൻ തീറ്റ സി ഡിവൈഡഡ് ബൈ സൈൻ 90 ഈസ് ഈക്വൽ ടു n2/n1 എന്ന് എഴുതാം. ഓക്കെ, സൈൻ തീറ്റ സി ഡിവൈഡഡ് ബൈ സൈൻ 90 ഈക്വൽ ടു n2/n1 എന്ന് എഴുതാം. സൈൻ 90 ഈസ് ഈക്വൽ ടു 1 ആണ്. സോ നമുക്ക് അത് 1 ആണ്. അപ്പോൾ സൈൻ തീറ്റ സി ഈസ് ഈക്വൽ ടു n2/n1. ഓക്കെ, ഇപ്പം നമ്മൾ പഠിച്ചത് കോസ് തീറ്റ സി ഈസ് ഈക്വൽ ടു √1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ സി എന്നല്ലേ. അപ്പോൾ ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ സിക്ക് വരെ എന്തെന്ന് കൊടുക്കാം? n2/n1 ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കോസ് തീറ്റ സി ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? √1 മൈനസ് n2/n1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഇനി നമുക്ക് ഇക്വേഷൻ 2-നകത്ത് n സൈൻ ആൽഫ ഈക്വൽ ടു n1 കോസ് തീറ്റ സി. അപ്പോൾ ഇപ്പോൾ നമ്മൾ കോസ് തീറ്റ സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. എന്താണ്? √1 മൈനസ് n2/n1 ദ ഹോൾ സ്ക്വയർ. ആ വാല്യൂ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പം നമുക്ക് എന്ത് കിട്ടും? ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേന് n ഇതാണ്ട് കിടക്കുന്നത് ഈസ് ഈക്വൽ ടു n1 √1 മൈനസ് n2 സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 സ്ക്വയർ. എൽ സി എടുക്കുമ്പോഴത്തേന് എന്ത് സംഭവിക്കും? ഇതിനകത്ത് എൽ സി എടുക്കുമ്പോഴത്തേന് നമുക്ക് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 സ്ക്വയർ എന്ന് വരും, റൂട്ട്. അപ്പം ഈ റൂട്ടിനകത്ത് നിന്ന് ഈ n1 സ്ക്വയർ പുറത്ത് വരുമ്പം ഒരു n1 പുറത്ത് വരും. അപ്പോൾ ഈ ആ n1ഉം ഇവിടുന്ന് വെളിയിൽ നിന്ന് എടുക്കുന്ന n1ഉം കൂടെ ക്യാൻസലായി പോവും. ബാക്കി നമുക്ക് എന്ത് കിട്ടും? n സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഞാൻ ഈ ലൈറ്റ് സിഗ്നൽസ് പുറത്തുനിന്നാണല്ലോ കടത്തി വിട്ടത്. ഈ ലൈറ്റ് സിഗ്നൽസ് ഞാൻ വെളിയിൽ നിന്നല്ലേ കടത്തി വിട്ടത്, ഈ ഒരു മീഡിയത്തിൽ നിന്നല്ലേ കടത്തി വിട്ടത്. ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് എയർ ആണ് എങ്കിൽ n ഇസ് ഈക്വൽ ടു നമുക്ക് 1 എന്നെടുത്തൂടെ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി എയർ ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പം ഞാൻ ലൈറ്റ് സിഗ്നൽസ് കടത്തി വിടുന്നത് എയറിൽ നിന്നാണ് എങ്കിൽ അവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? 1 ആണ്. അപ്പോൾ മേളത്തെ ഇക്വേഷൻ എന്തായിട്ട് മാറും? മേളത്തെ ഇക്വേഷൻ ഇങ്ങനായി മാറും. സൈൻ ആൽഫ ഈക്വൽ ടു √n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ എന്നായി മാറും. സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു √n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ. ഇവിടെ ആൽഫയുടെ വാല്യൂ കൂടിയിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അക്സെപ്റ്റൻസ് ആംഗിൾ കൂടും അല്ലേ? മോർ ലൈറ്റ് വിൽ ബി അക്സെപ്റ്റഡ് ബൈ ദി ഒപ്റ്റിക്കൽ ഫൈബർ. ഒപ്റ്റിക്കൽ ഫൈബർ കൂടുതൽ ലൈറ്റ് സിഗ്നൽസിനെ കടത്തിവിടും. അതായത് ഒപ്റ്റിക്കൽ ഫൈബർ എന്താണ്? ഒരു അപ്പേർച്ചർ പോലെ ആക്ട് ചെയ്യും അല്ലേ? അതിനകത്ത് എത്രത്തോളം ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ കടത്തി വിടണം എന്ന് തീരുമാനിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? സൈൻ ആൽഫയാണ്. ആൽഫ കൂടിയിരുന്നാൽ മോർ ലൈറ്റ് വിൽ ബി അക്സെപ്റ്റഡ് ബൈ ദി ഒപ്റ്റിക്കൽ ഫൈബർ. അപ്പം ലൈറ്റ് അക്സെപ്റ്റിംഗ് എഫിഷ്യൻസി ഓഫ് എ ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ സൈൻ ആൽഫ. ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ലൈറ്റ് ഗ്യാതറിംഗ് കപ്പാസിറ്റിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫാക്ടറാണ് എന്തെന്ന് പറയുന്നത്? സൈൻ ആൽഫ. ദിസ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ന്യൂമറിക്കൽ അപ്പേർച്ചർ. ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്ന് വിളിക്കും. ദാറ്റ് ഈസ് സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു √n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ. ഓക്കെ, n1 square minus n2 square. This is called numerical aperture. Numerical aperture is the light gathering capacity of a fiber in terms of acceptance angle, and it is represented by sign of the acceptance angle. Sign of the acceptance angle. അപ്പോൾ light gathering capacity of an optical fiber is called numerical aperture. Okay. ഇനി നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ കോറിനൊരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട് n1, ക്ലാഡിങ്ങിനൊരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട് n2. അപ്പോൾ അതിൻ്റെ ആ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം ഡെൽറ്റ വെച്ചിട്ട്. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ ഡെൽറ്റ വിച്ച് ഇസ് ഈക്വൽ ടു n1 മൈനസ് n2 ഡിവൈഡഡ് ബൈ n1. ഓക്കെ, relative refractive index of an optical fiber is given by delta equal to n1 minus n2 divided by n1. Okay,
n1 മൈനസ് n2 ഡിവൈഡഡ് ബൈ n1. അപ്പോൾ നമുക്ക് ന്യൂമറിക്കൽ അപ്പേർച്ചറിനെ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ടേമിൽ റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ടേംസിൽ നമുക്ക് ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എന്താണ്, റൂട്ട് ഓഫ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ എന്നാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം ഡെൽറ്റ ഈസ് ഈക്വൽ ടു, ഡെൽറ്റ എന്ന് വെച്ചാൽ എന്താണ്, റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ആൻ ഒപ്റ്റിക്കൽ ഫൈബർ വിച്ച് ഇസ് ഈക്വൽ ടു n1 മൈനസ് n2 ഡിവൈഡഡ് ബൈ n1. ഓക്കെ, ഇതാണ്. ഇനി നമുക്കറിയാം കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 ആണ്, ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2 ആണ്. കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ n2 ആണ്. So, നമുക്ക് in practical we can we can consider n1 and n2 are equal. അപ്പോൾ nearly equal. So the average refractive index is n1 plus n2 divided by 2 is equal to, ഇത് nearly equal ആണ് എങ്കിൽ n1 plus n2 നെ നമുക്ക് എന്തെന്ന് എഴുതാം, nearly equal to 2n1 by 2 which is equal to n1 എന്ന് എഴുതിക്കൂടെ, n1 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ n1 പ്ലസ് n2 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, n1 എന്ന് എഴുതാം. ഓക്കെ, n1 എന്ന് എഴുതാം. ഓക്കെ, ഇനി ന്യൂമറിക്കൽ അപ്പേർച്ചറിൻ്റെ ഇക്വേഷൻ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, a സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൻ്റെ ടേംസിൽ എഴുതാം. അപ്പം n1 പ്ലസ് n2 ഇൻറ്റു n1 മൈനസ് n2 അല്ലേ, റൂട്ടുണ്ട്, റൂട്ട് ഓഫ് n1 പ്ലസ് n2 ഇൻറ്റു n1 മൈനസ് n2. ഇനി നമുക്കതിനെ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ്റെ മുകളിലും താഴെയും ഞാനൊരു 2n1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മുകളിലും താഴെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2n1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മളിവിടെ അപ്പോൾ നമ്മൾ ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ ആണ്. നമുക്ക് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയറിനെ നമുക്ക് n1 പ്ലസ് n2 ഇൻറ്റു n1 മൈനസ് n2 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഞാൻ ഇക്വേഷൻ്റെ മുകളിലും താഴെയും ഒരു 2n1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യണം. ഇക്വേഷനെ 2n1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുകയാണ്. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷന് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ടേംസിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ടേമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇക്വേഷൻ ഇങ്ങനെ ചെയ്തത്. ഇവിടെ അപ്പം റൂട്ട് ഓഫ് n1 പ്ലസ് n2 ഇൻറ്റു n1 മൈനസ് n2 ഇൻറ്റു 2n1 ബൈ 2n1 എന്ന് വന്നു. ഈ ഇക്വേഷനകത്ത് ഇവിടെ n1 മൈനസ് n2 ഡിവൈഡഡ് ബൈ n1 വരെ നമുക്ക് എന്തെന്ന് കൊടുക്കാം, ഡെൽറ്റ എന്ന് കൊടുക്കാം അല്ലേ. ഈ ഒരു ടേമിന് പകരം നമുക്ക് ഡെൽറ്റ എന്ന് കൊടുക്കാം. ഓക്കെ, ഡെൽറ്റ എന്ന് കൊടുക്കാം. ഇനി n1 പ്ലസ് n2 ഡിവൈഡഡ് ബൈ 2 വരെ നമുക്ക് എന്തെന്ന് കൊടുക്കാം, n1 പ്ലസ് n2 ഡിവൈഡഡ് ബൈ 2 വരെ n1 എന്ന് കൊടുക്കാം. കൊടുത്താലോ, ഇനി ഇവിടെ ബാക്കി എത്തുന്നുണ്ട്, ഒരു 2n1 കൂടെ ബാക്കിയുണ്ട് അല്ലേ. ഇത് എത്ര ഇതിനകത്ത് വരുന്നത്, റൂട്ടിനകത്ത് വരുന്നതാണ്. അപ്പം 2 ഡെൽറ്റ n1 സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ n1 സ്ക്വയറിന് ഇനി പുറത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും, n1 ഇൻറ്റു റൂട്ട് ഓഫ് 2 ഡെൽറ്റ എന്ന് വരും. n1 ഇൻറ്റു റൂട്ട് ഓഫ് 2 ഡെൽറ്റ എന്ന് പറയും. This is the equation for numerical aperture in terms of relative refractive index. In terms of relative refractive index, the equation for numerical aperture is nearly equal to n1 into root of 2 delta. Equation പഠിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് പ്രോബ്ലം ചെയ്യാനായിട്ട് ചോദിക്കും. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പഠിച്ചത് വാട്ട് ഈസ് അക്സെപ്റ്റൻസ് ആംഗിൾ ആൻഡ് വാട്ട് ഈസ് ന്യൂമറിക്കൽ അപ്പേർച്ചർ. വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രോബ്ലമായിട്ടും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ടും ഇത് രണ്ടും ചോദിക്കും. അപ്പം നമ്മൾ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് ലൈറ്റ് സിഗ്നൽസ് കടത്തി വിടുമ്പോൾ എല്ലാ ലൈറ്റ് സിഗ്നൽസ് എന്ത് ചെയ്യത്തില്ല, ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കോറിൽ കൂടി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടത്തില്ല, അതർ എൻഡിലേക്ക് എത്തിച്ചേരത്തില്ല. ഏതോ ഒരു ആംഗിളിൽ നമ്മൾ ഒരു മാക്സിമം ആംഗിളുണ്ട്. ആ മാക്സിമം ആംഗിളിൽ നമ്മൾ എന്ത് ചെയ്യണം, ലൈറ്റ് സിഗ്നൽസ് കടത്തി വിടുമ്പോൾ എന്ത് സംഭവിക്കും, കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടന്ന് ലൈറ്റ് സിഗ്നൽസ് അതർ എൻഡിൽ എത്തിച്ചേരും. അപ്പോൾ ഏത് ആംഗിളിലാണോ, അത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫോർ വിച്ച് the maximum angle of incidence for which the light signals undergo total internal reflection at the core cladding interface is called acceptance angle, and the corresponding cone of light, the light entering the core in the cone of semi vertical angle is called acceptance cone.
ഈ അക്സെപ്റ്റൻസ് ആംഗിളിൻ്റെ ബേസിസിലാണ് നമുക്ക് ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് എത്രത്തോളം ലൈറ്റിനെ ഗ്യാദർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് മെഷർ ചെയ്യുന്നത്. ദാറ്റ് മെഷർമെൻറ്റ് ഈസ് കോൾഡ് ന്യൂമറിക്കൽ അപ്പേർച്ചർ. ദ ലൈറ്റ് ഗ്യാദറിംഗ് കപ്പാസിറ്റി ഓഫ് എ ഫൈബർ ഇൻ ടേംസ് ഓഫ് അക്സെപ്റ്റൻസ് ആംഗിൾ ഈസ് കോൾഡ് numerical aperture, and it is given by numerical aperture is equal to sin alpha, which is equal to root of n1 square minus n2 square divided by n square, where n, if we consider n is equal to 1 for air medium, then the equation becomes sin alpha equal to root of n1 square minus n2 square. In terms of relative refractive index, the equation for numerical aperture is nearly equal to n1 into root of 2 delta. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. താങ്ക് യു.